ഹായ് ഗൈസ്, ദേ രാവിലെ തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞായ കുട്ടി കണ്ടോ, പർപ്പിൾ ടീഷർട്ട് ഇട്ട്. അങ്കിളിൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അവരോടൊപ്പം ഉള്ളൊരു ദിവസമായിരിക്കും. ഞാൻ മാറി നിൽക്കുകയാണ് ഗൈസ്. നല്ലത് ചേച്ചി ഇറങ്ങ്. എന്റെ കാല് പോകും. അപ്പൊ ഇതാണ് രാവിലത്തെ നമ്മുടെ പരിപാടി. ഇതിന് എപ്പോൾ കഴിയുമെന്ന് അറിയത്തില്ല. മീൻ പിടിക്കാൻ പോകണമെന്നൊക്കെ ഇവിടെ നിൽക്കാതിരിക്കുന്ന നല്ലത്. മീൻ പിടിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എപ്പോഴാണെന്നൊരു പിടിയില്ല ഗൈസ്. തണ്ണിമത്തനെയും വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ചൂണ്ട എവിടെ? എനിക്ക് വേണം തേൻമുട്ടായി. ഞാൻ വേണം ചോദിച്ചപ്പോൾ നീ കഴിച്ചു. ഇപ്പം പറയണ തേൻമുട്ടായി എനിക്കെവിടെ? ചേച്ചിക്ക് തണ്ണിമത്തേ, ചേച്ചിക്ക് തണ്ണിമത്തേ, ചേച്ചിക്ക് തണ്ണിമത്തം കൊടുത്തേ. ഇതാണ് നമ്മളെ ചൂണ്ടയും കങ്കൂസ്. മീൻ പിടിക്കാൻ പോകുന്നു ഗൈസ്. അപ്പൊ അതിനാണ് ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. കണ്ടോ നല്ല പടക്കണ സൗണ്ട്. ആളുവിന്റെ നാട്ടിലെ ഏക ബസ് ഇതേ പോകുന്നു. ഒരു ചേച്ചിയാണ് ഓടിക്കുന്നത്. ഓ ചേച്ചി എന്ത് കൂളായിട്ടല്ലേ ഓടിച്ചോണ്ട് പോകുന്നത്. ബസ് വരുന്നതിന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോ തന്നെ വല്ലാത്തൊരു ഗൂസ് ബംസ്. മീൻ പിടിക്കാൻ പോവാണോ? മീൻ പിടിക്കാൻ പോകുന്നില്ല, നമ്മള് വീല് ചെയ്യാൻ പോവാണ്. നടന്നീ തറയിൽ തന്നെ. ജോമോന്റെ സാഹസങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ലേഡി ബേർഡ് ആയതുകൊണ്ട് എനിക്ക് ഒട്ടിക്കാൻ ഗൈസ്. കൊള്ളാം, ആള് സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഇത് ഇന്ന് ഒരു കഴിച്ച് ഇന്ന് എടുക്കാനുള്ളതാണ്. ഇനി തന്നെ ഞാൻ ഇന്നലെ ഈ കാണുന്ന ചേട്ടനുണ്ടല്ലോ, നമ്മളെ നീന്താൻ അറിയാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാ. എന്നിട്ട് നീന്താൻ അവിടെ സമയമായപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മേ അച്ചോ എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞൊരു എവിടെയായിട്ട് കുറച്ച് നോക്കിയപ്പോ ഏതോ പുല്ലിൽ പിടിച്ചിരിക്കുന്നു. ഓ ഉച്ചയായി, ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളിവിടെ ഫുഡൊക്കെ വെച്ച് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് മീനുണ്ട്, ഇതുണ്ട്, രസമുണ്ട്, ചോറുണ്ട്. നമുക്ക് കുറച്ച് ഐസ്ക്രീം കുടിക്കാം ഗൈസ്. കൊതിച്ചി സ്ട്രോബെറി എല്ലാവരും ബുക്ക് ചെയ്ത് ഗൈസ് നേരത്തെ. ഞാനിവിടെ ക്യാമറാമാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിതേ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരിങ്ങനെ കുറേ നേരം കൊണ്ട് വിളിച്ചിരിക്കുവാണ്. ജോമോനെ ഒരുക്കി ഇറക്കാൻ പറ്റ പാടാ, കഷ്ടപ്പാട്. എന്നെയല്ലേ കണ്ടോ ലിപ്റ്റിക് ഒക്കെ ഇട്ട് ഇറങ്ങിയോണ്ടോ, ഭയങ്കര കഷ്ടപ്പാടാണ് അങ്ങനെ ഇവിടെ ഇറക്കാനായിട്ട്. കഷ്ടപ്പെട്ടു. അവരോട് ചോദിക്കാം, ആരെ ഇറക്കാനാ പാട്? രണ്ടുപേരെ ഇറക്കം ഒന്നിനൊന്നിന് പാടിയില്ലേ. ഒരാൾ ഇറങ്ങുമ്പോ ഒരാൾ കയറിയിരിക്കും, ഒരാൾ ഇറങ്ങുമ്പോ ഒരാൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ ഇത്. ഞാൻ വീല് കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ ഇതിനെക്കാളും കിട്ടുന്നത് ഞാൻ ചെയ്ത് കാണിച്ചു. ജോമോ ബാറ്റ് ഇരിക്കും പോലെ ഇരിക്കണം. ഞാൻ പൊക്കി, ഞാനേക്കാളും പൊക്കിയല്ലേ. കൈ കടി കൊടുക്കാം. ഇത്ര നേരം പൊക്കിയാൽ അത് കൊള്ളായിരുന്നു. പിള്ളേരെ ഇപ്പൊ ചോദിച്ചടി വാങ്ങിക്കുന്നു ഗൈസ്. എന്തൊക്കെയാ നടക്കാൻ പോകുന്നുള്ളൂ. ഇരയിടാൻ പോയി, ഇര കിട്ടിയില്ല. നമ്മളിനി എന്ത് ചെയ്യുന്ന ഒരു പിടുത്തില്ല. ഒരു പയ്യനാണെങ്കിൽ എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ട്, അതേ വരുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. തന്നെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്റെ നാടാ ഗൈസ്. ഇഷ്ടായോ? നമുക്കിവിടെ ഫിഷിങ്ങിനുള്ള ഇത്രയും നേരം ബെയ്റ്റ് കിട്ടിയിട്ടില്ല ഫിഷിങ്ങിനുള്ള. ഇനി വേണം ഇവിടെ ഒന്ന് തോണ്ടിയെടുക്കേ. അപ്പൊ ഇതാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ആർ. ഭയങ്കര പച്ചപ്പാണ് ഇവിടെ. ഭയങ്കര ഇപ്പൊ നല്ല വെയിലാണെങ്കിൽ ഇവിടെ വെയിലൊന്നുമില്ല. ഭയങ്കര പച്ചപ്പാണ് ഇവിടെ. അവിടെ ഒരു വള്ളം കിടക്കുന്നുണ്ട്. നമുക്ക് അതിൽ കയറാൻ പറ്റുമോ നോക്കാം.
നമുക്ക് എങ്ങനെ ഈ വള്ളത്തിൽ കയറാം. കൃഷി നമുക്ക് വള്ളത്തിൽ കയറാടാ. നീ കയറിയിട്ടെ എന്നെയും കൂടെ അവിടെ കയറ്റുമോ? കയറുന്നത് ഇവിടെ മണലൂറ്റി നല്ല ആഴമുണ്ട്, അതുകൊണ്ടേ അത് കുറച്ച് അത്യാവശ്യം അങ്ങ് കിടക്കുന്നത്. വേണ്ട, ഈ എൻഗൊക്കെ നമുക്ക് ഇറങ്ങിപ്പോയി അവിടെ എത്തുമ്പോഴേ ആഴം കാണുള്ളൂ. ഇവിടെ വരെ നമുക്ക് കാലുകൊണ്ട് നിലച്ച് നിൽക്കാം. പക്ഷേ മണലൊക്കെ ഊറ്റി ഊറ്റി പിന്നെ ഇപ്പം ഇവിടെ നിന്ന് തുടക്കം മുതലേ ഡെപ്ത് ഉണ്ട്. ക്രിസ്റ്റി വേണ്ട. ആരോ ഇട്ടിട്ട് പോയ ചൂണ്ടാതെ. എടാ നീ നമുക്ക് അടി മേടിച്ച് തരുവോടാ? കൊച്ചേർക്ക കൊച്ചേർക്ക അടി മേടിച്ച് തരുവോടാ? അപ്പോൾ നമുക്കിതേ ഭാഗ്യം ഇതിൻ്റെ ഇര എന്ത് ഇടുമെന്ന് വെച്ചിരുന്നപ്പോൾ നമുക്കൊരു ചത്ത മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ കൊളുത്തിയിട്ട് നമുക്ക് ഇട്ട് നോക്കാം. മീൻ കിട്ടുമെന്ന് അറിയത്തില്ല, അല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ കടലിൽ നിന്ന് ദോശയും ചപ്പാത്തിയും വന്ന് കഴിച്ചോണ്ട് അപ്പോൾ അതെ നമ്മളിത് മീനിൻ്റെ ഇത് തന്നെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കിട്ടില്ല, ഇത് ചെറുതായിട്ട് ഇട്ട് കൊടുത്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് മീൻ പിടിക്കാൻ തുടങ്ങി. ക്രിസ്റ്റി ഇതേ ഓൺ ഗോയിങ് ആണ് മീൻ പിടുത്തം. ക്രിസ്റ്റി വല്ലതും കിട്ടുമോ? കിട്ടുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ അരക്കുന്നില്ല, ചിലപ്പോൾ അലച്ചാൽ പോകും, ഞാൻ കേട്ടിട്ടുണ്ട്. സംസാരിച്ചാൽ മീൻ കിട്ടത്തില്ല. നമുക്കപ്പോൾ തണ്ണിമത്തമുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് നമുക്കിങ്ങനെ മീൻ പിടിക്കും. നമ്മൾ തണ്ണിമത്തൻ ഫാൻസാണ്. നല്ല ചുവന്ന തണ്ണിമത്തനാണ്, നമുക്കിത് കഴിക്കാം. കൃഷിയുടെ കഷ്ടപ്പാടാണ്. ചേട്ടൻ മുൻപന്തിയിൽ നിന്ന് മീൻ പിടിക്കാനെന്നൊക്കെ പറഞ്ഞു വന്നു. എന്നിട്ട് ചേട്ടന്റെ കിട്ടിയോ? അവൻ ചോദിച്ചു വമ്പൻ സ്രാവിനെ കിട്ടിയെന്ന്. തുണിയായിരുന്നു. മീൻ പിടിച്ച കൃഷിക്ക് എന്റെ വക ഗിഫ്റ്റ്. നമ്മുടെ കൊച്ചുകുട്ടി ഇതേ എറിയാൻ തുടങ്ങുവാണ്. നമുക്കൊന്നുകൂടെ അറിയാം. ക്രിസ്റ്റി പഠിച്ചു കഴിഞ്ഞു എറിയാനായിട്ട്. അങ്ങ് പോകുന്നുണ്ട്. ഇവിടെ കുറെ നേരം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ മീൻ പിടിക്കാൻ വന്നവർ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുവാണ്. ജോമോ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് നല്ല കാഴ്ചയുണ്ട്. എനിക്കാണെങ്കിൽ നീന്തണമുണ്ട്, പക്ഷേ എനിക്ക് നിലവിളം ചവിട്ടാൻ അറിയണത്തോണ്ടേ പേടിയാണ്. അപ്പോൾ അതെ നമുക്ക് കുറച്ച് പുതിയ കൂട്ടുകാരെ കൂടെ കിട്ടി മീൻ പിടിക്കാനായിട്ട്. നമ്മുടെ ജോയിൽ വന്ന് മീൻ പിടിക്കുവാണ്. എടാ വല്ല കിട്ടുവാടാ? മീൻ കിട്ടി കളി പിടക്കണ മീന് കണ്ടോ ഗൈസ്? പിടക്കണ മീന് കിട്ടിയോ? പിടക്കണ ഇത് പിടല് നിർത്തിയാൽ പിടിച്ചില്ല, ഇത് കൊരുത്തിട്ടാണ്. വേറെ വഴിയില്ല ഗൈസ്. ഞങ്ങൾ കുറെ നേരം കൊണ്ട് നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നെ നമ്മൾ കുളിച്ചിട്ട് കയറി. അവസാനമായിട്ട് നമ്മൾ ഇത് കൊരുത്തിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുവാണ്. അപ്പോടാ നിനക്ക് ഇനി മീന് ഞാൻ ഗിഫ്റ്റ് തന്നിരിക്കുന്നു. അപ്പൊ നീ മീൻ പിടിച്ചോ, കിട്ടുകയാണെങ്കിൽ പിടിക്കണേ. ആർക്കും എന്നെ തല്ലാൻ പറ്റില്ല. എന്റെ പിറകെ എന്റെ നാട് മൊത്തം കമ്പെടുത്തടിക്കൂ. ടാറ്റാ. എടാ ജോലി എനിക്ക് സൈക്കിൾ ഓട്ടാൻ തരുവാടാ. ചുമ്മാടാ പോയിട്ടാ. എന്താണ് കേസ് ഇവിടെ നടക്കുന്നത്? ചേച്ചിയിട്ട് രണ്ടെണ്ണം കൂടെ കഷ്ടപ്പെടുത്തുന്നുണ്ട് കേസ്. ഇവിടെ എല്ലാവർക്കും ഭ്രാന്തായെന്ന് തോന്നുന്നു. നാട്ടൊരു ഫുള്ള് നോക്കിയിരിക്കുവാണ് ഭ്രാന്തായോ. അപ്പോൾ നമ്മളിതേ മീൻ പിടിക്കാനൊക്കെ പോയി മീനൊക്കെ കിട്ടിയില്ല, ഫ്ലോപ്പായി. നമ്മളിനി നേരെ എവിടെ പോവാമോ? ഇവർക്ക് നെയ്യാർ ഡാമിൽ പോകണമെന്നൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ നെയ്യാർ ഡാമിൽ പോകാനുള്ള പരിപാടിയിലാണ്. മാളുവാണ് വണ്ടി ഓട്ടിക്കുന്നത്, എന്താവുമെന്ന് കണ്ടറിയാം. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Take me back to a place where I felt at home. അപ്പം അങ്ങനെ ഞങ്ങളിതേ നെയ്യാർ ഡാം എത്തി. ഇവിടെ പാസ്സൊക്കെ തീർന്നല്ലേ, 6 മണി വരെ ഉള്ളൂ. ജസ്റ്റ് മിസ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ
ബോട്ട് സർവീസിന്റെ സ്ഥലത്ത് വന്നായിരുന്നു. ഇവിടെ നല്ല വൈബ് ഉണ്ട് കേട്ടോ കണ്ടോണ്ട് നിൽക്കാനായിട്ട്. എന്താ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നേ? നമ്മൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലം ആസ്വദിക്കുകയാണേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ലേറ്റ് ആയി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അകത്ത് ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റിയില്ല. ഞങ്ങളിത് ഇവിടെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങളിത് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.